ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറി ന്യൂ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്നത് ആ ചാപ്റ്റർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, 9ലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എടാ, ഒരു ചെറിയ കാര്യം ചെയ്യണം, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ പാഠത്തിന്റെ പേരെന്താ നോക്കിക്കേ, പ്രകാശത്തിന്റെ അപവർത്തനം. പാഠത്തിന്റെ പേരെന്താണ്? പ്രകാശത്തിന്റെ അപവർത്തനമാണ് കേട്ടോ. അപ്പൊ അവര് അമ്മയും മോളും കൂടെ എങ്ങോട്ടോ പോവാണ് അല്ലേ. രണ്ടുപേരും കൂടെ എങ്ങോട്ടോ യാത്ര ചെയ്യുന്നുണ്ട്. അതാ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അപ്പൊ മോള് പറയാണ്, അമ്മയെ റോഡിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അമ്മയെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. എങ്ങനെ വണ്ടി ഓടിക്കണം? സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. അപ്പൊ അമ്മ പറയാണ്, വേനൽക്കാലമല്ലേ, അത് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, അവിടെ എത്തുമ്പോൾ കണ്ടോളൂ. അപ്പൊ പറയാണ്, വേനൽക്കാലമല്ലേ, അത് എന്താണ്, വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, ജസ്റ്റ് അവിടെ എത്തുമ്പോൾ കണ്ടോളൂ. ഇനി എന്താ പറയുന്നത്? ഇത്തരം അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ഇത്തരം അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ പലതും വിവിധ പ്രകാശ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും എന്താണ്? വിവിധ പ്രകാശത്തിന്റെ പ്രതിഭാസവുമായിട്ട് എന്താണ്, ബന്ധപ്പെട്ടതാണ് എന്നാ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താ അടുത്ത് പറയുന്നത് നോക്കിക്കേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ എത്രയാടാ? 1.1. അപ്പൊ 1.1ലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ പിക്ചർ നോക്കിക്കേ. ആദ്യം നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസിന്റെ ഉള്ളില് നാരങ്ങ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. എന്ത് വെള്ളം ഒഴിച്ചിരിക്കുന്നത്? നാരങ്ങ വെള്ളം. അതിലേക്ക് ഒരു സ്ട്രോ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് എന്തിട്ട് വെച്ചിരിക്കുകയാണ്? ഒരു സ്ട്രോ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ സ്ട്രോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒന്ന് ഒടിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് അല്ലെ. എങ്ങനെ തോന്നുന്നുണ്ട്? ഒന്ന് ഒടിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിന് കാരണം? അപ്പൊ എന്താണ് ഇതിന് കാരണം എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല്, ഒരു വസ്തുവിനെ നമ്മൾ എപ്പോഴാണ് കാണുന്നത്? ആ വസ്തുവിൽ വന്ന് പ്രകാശം തട്ടി അത് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ആ വസ്തുവിനെ എന്ത് ചെയ്യുന്നത്? കാണുന്നത് അല്ലെ. ഒരു വസ്തുവിൽ പതിച്ച പ്രകാശം പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണല്ലോ നാം ആ വസ്തുവിനെ കാണുന്നത്. അതെ അല്ലെ. നാരങ്ങ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശകിരണങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചല്ലേ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്? ശരിയാണല്ലേ. അപ്പൊ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ നമ്മുടെ സ്ട്രോയിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ പ്രകാശം വന്ന് ഈ സ്ട്രോയിൽ തട്ടുന്നു, എന്നിട്ട് അത് തിരിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സാധനം കാണുന്നത് അല്ലേ. അപ്പൊ ഈ സ്ട്രോയിൽ വന്ന് തട്ടി ഈ ഗ്ലാസിൻ്റെ ഉള്ളിലെ വെള്ളത്തിലൂടെയും അതേപോലെ ഗ്ലാസ്സിലൂടെയും എയറിലൂടെയൊക്കെ കടന്നിട്ടാണ് എങ്ങോട്ട് എത്തുന്നത്? നമ്മുടെ കണ്ണിലെത്തുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ടാണ് വിവിധ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് എന്തായിട്ട് തോന്നുന്നത്? ഒടിഞ്ഞതായിട്ട് തോന്നാനുള്ള കാരണം കേട്ടോ. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ് ടഫിൽ 1/4 ഭാഗത്തോളം ജലമെടുക്കുക. ഒരു ഗ്ലാസ് ടഫിൽ എത്ര എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? 1/4 ഭാഗത്തോളം ജലമെടുക്കുക. ജലത്തിൽ 1-2 തുള്ളി പാൽ ചേർക്കുക. ജലത്തിൽ എന്ത് ചേർക്കാനാ പറഞ്ഞേക്കുന്നത്? 1-2 തുള്ളി പാൽ ചേർക്കുക. ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. ട്രഫ് എന്തുകൊണ്ട് അടയ്ക്കാനാ പറഞ്ഞേക്കുന്നത്? പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. ട്രഫിൻ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ചിത്രം 1.2 കാണുന്ന രീതിയിൽ പതിപ്പിച്ച് പ്രകാശപാത നിരീക്ഷിക്കുക. നിരീക്ഷണം സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തു. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ഒരു ഗ്ലാസിൻ്റെ ട്രഫിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗം ജലം നിറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എത്ര ഭാഗം ജലം നിറയ്ക്കാനാണ്? 1/4 ഭാഗം ജലം നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1-2 തുള്ളി പാൽ ചേർക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പേപ്പറിൻ്റെ ഷീറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്ത് കുറച്ച് പുക നിറയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഒരു ലേസർ ടോർച്ച് എടുത്ത് എങ്ങനെ ഈ പിക്ചറിൽ കാണുന്ന പോലെ കേട്ടോ, ചെരിഞ്ഞ് പ്രകാശത്തെ പതിപ്പിക്കുക. എങ്ങനെയാണ് പ്രകാശത്തെ പതിപ്പിക്കേണ്ടത്? ചെരിഞ്ഞ് പതിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. പ്രകാശപാതയുടെ രേഖാചിത്രം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പ്രകാശപാതയുടെ രേഖാചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം വായു കൊടുത്തിട്ടുണ്ട്, കണ്ടോടാ. വായുവിൽ നിന്ന് പോകുന്നത് പിന്നെ ഈ വന്ന രീതിയിലാണോ പിന്നെ പോകുന്നത്? അല്ല, കുറച്ച് മാറിയിട്ടാണ് പോകുന്നത് അല്ലേ. കുറച്ച് എന്ത് ചെയ്യാണ്? ഒന്ന് മാറിയിട്ടാണ് ആര് പോകുന്നത്? പ്രകാശം കടന്നു പോകുന്നത് അല്ലേ. ഇവിടെ മുകളിൽ വായു ഉണ്ട്, താഴെ ആരുള്ളത്? ജലമുണ്ട് കേട്ടോ. ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിച്ചത്? ഏതൊക്കെ മാധ്യമങ്ങളിലാണെന്ന് പറഞ്ഞേ? വായു ഉണ്ട് അല്ലേ. വായു ഉണ്ട്, പിന്നെ ആരാണ്? ജലമുണ്ട്. വായു ഉണ്ട്, ജലമുണ്ട് അല്ലേ. ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശ
പ്രകാശപാതയുടെ ദിശ എപ്രകാരമായിരിക്കും? ദിശ എപ്രകാരമായിരിക്കും? നേർരേഖയിലായിരിക്കും കേട്ടോ. ദിശ എപ്രകാരമായിരിക്കും? നേർരേഖയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ ഒന്നാമത്തെ മാധ്യമം എന്ന് പറയുന്ന ആരാണ്? വായു ആണ് അല്ലെ. രണ്ടാമത്തെ മാധ്യമം എന്ന് പറയുന്ന ആരാണ്? ജലമാണ്. അപ്പൊ പതിക്കുമ്പോൾ ദിശാവ്യതിയാനം എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ പാതയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. പാതയ്ക്ക് എന്തുണ്ടാകുന്നുണ്ട്? മാറ്റം ഉണ്ടാകുന്നുണ്ട്. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ്? ഈ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ് അല്ലെ. നോക്കിക്കേ, ഈ കറക്റ്റ് ഈ പോയിന്റിൽ വെച്ചിട്ടല്ലേ അല്ലെ. മിസ് ഒന്ന് ജസ്റ്റ് മായ്ക്കിട്ടിട്ടൂടാ, ഒരു മിനിറ്റ്. ഇതാ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടല്ലേ. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജലത്തിനെയും വായുവിനെയും എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമല്ലേ അല്ലെ. രണ്ടുപേരെയും വിഭജിക്കുന്ന ഭാഗമല്ലേ. അപ്പൊ എവിടെ വെച്ചാണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്? വിഭജന തലത്തിൽ വെച്ചാണ് കേട്ടോ. എവിടെ വെച്ചാണ്? വിഭജന തലത്തിൽ വെച്ചാണ് കേട്ടോ. ഏത് തലത്തിലാണ്? വിഭജന തലത്തിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെ പതിക്കുന്ന പ്രകാശരശ്മിക്കാണ്? ലംബമായിട്ട് പതിക്കുന്ന. അപ്പൊ നമുക്ക് നോക്കാം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വെറുതെ പറയണ്ടല്ലോ അല്ലെ. പരീക്ഷണം ചെയ്ത് നോക്കാം. ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിൽ ജലോപരിതലത്തിലേക്ക് ലംബമായി പതിക്കുന്നത് നോക്കൂ. അപ്പൊ ഇവിടെ എങ്ങനെയാ പതിച്ചേക്കുന്നത്? ലംബമായിട്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? നിരീക്ഷണം സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പൊ എങ്ങനെയാണ്? ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. ഒരു ദിശാവ്യതിയാനം ഉണ്ടാകുന്നില്ല. സാധനം എങ്ങനെയാണ്? കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് പോവാൻ അല്ലെ. നേർരേഖയിൽ എന്ത് ചെയ്യാണ്? പ്രകാശം കടന്നു പോകുകയാണ്. ഒരു മാധ്യമത്തിലൂടെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണോടാ. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ എന്താണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലേക്ക് ആയിരിക്കും. അപ്പോൾ ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് പ്രകാശം സഞ്ചരിക്കുന്നതെങ്കിൽ പ്രകാശത്തിന്റെ പാത എന്തായിരിക്കും? നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പതിക്കുമ്പോൾ, എങ്ങനെയാടാ? ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് ഇതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. പിടികിട്ടിയോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇവിടെ ഈ ഭാഗത്ത് എയറും ഈ ഭാഗത്ത് എന്താണ്? വാട്ടറും ആണെങ്കിൽ പ്രകാശം എങ്ങനെയാണ് വരുന്നത്? ചെരിഞ്ഞാണ് പതിക്കുന്നത് എന്ന് വിചാരിക്കുക. എങ്ങനെയാ പതിക്കുന്നത്? ചെരിഞ്ഞാണ് പതിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ജലത്തിനെയും വായുവിനെയും കറക്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് ഇതിനെന്ത് സംഭവിക്കും? ദിശാവ്യതിയാനം സംഭവിക്കും. ഇതിനെന്ത് സംഭവിക്കും? ഒരു ദിശാവ്യതിയാനം സംഭവിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു കിടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. കാരണം എന്തായിരിക്കാം? അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലായിട്ട് മുന്നോട്ട് പോയി പറയാം കേട്ടോ. മിനുസമുള്ള ഒരു പ്രതലത്തിൽ നിന്ന് പരിപരുത്ത പ്രതലത്തിലേക്ക് സഞ്ചരിക്കുന്ന ടോയ് കാറിന്റെ ചലന വേഗതയും ദിശയും നിരീക്ഷിക്കൂ. കണ്ടോടാ, ഇവിടെ എന്താണ്? മിനുസമുള്ള പ്രതലമാണ്, ഇവിടെ പരുത്ത ഒരു പ്രതലമാണ് അല്ലെ. കാറിന്റെ ചലന ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. ചലന ദിശയിൽ എന്തുണ്ടാകുന്നുണ്ട്? മാറ്റം ഉണ്ടാകുന്നുണ്ട്. എവിടെ വെച്ചാണ് ഈ മാറ്റം ഉണ്ടായത്? എവിടെ വെച്ചാണ്? മിനുസമുള്ള പ്രതലത്തെയും എന്താണ് പരിപരുത്ത പ്രതലത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് സംഭവിച്ചത്? ഇതിന് ദിശാവ്യതിയാനം അല്ലെങ്കിൽ മാറ്റം ഉണ്ടായത് അല്ലെ. മിനുസമുള്ള പ്രതലത്തിലൂടെയും പരുത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ സഞ്ചരിക്കുന്നത്? അല്ല. ഒരേ വേഗത്തിലാണോ? അല്ല. നോക്കിക്കേടാ, ആദ്യം പോയതും പിന്നെ പോയതും ഡിഫറെന്റ് ഇല്ലേ? ഉണ്ട് അല്ലെ. ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിന്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണല്ലോ. അതെ, അതിന്റെ അതാണ് ദിശാവ്യതിയാനത്തിന് കാരണം. അതാണ് എന്ത് വ്യതിയാനത്തിന് കാരണം? ദിശാവ്യതിയാനത്തിന് കാരണം. നിങ്ങൾ കാറിലൊക്കെ സഞ്ചരിക്കുന്നവരാണല്ലോ. അപ്പൊ നല്ല അടിപൊളി റോഡിലൂടെ പോകുമ്പോൾ നല്ല സ്മൂത്തിൽ വണ്ടി അങ്ങോട്ട് പോവില്ലേ? കുറച്ച് കട്ടുള്ള റോഡുമ്പോൾ കൂടെ അത്ര സുഖത്തിൽ വണ്ടി പോവോ? ഇല്ല അല്ലേ.
നെക്സ്റ്റ് അടുത്തതാണ് വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ് വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള എന്ത് വ്യത്യസ്തമാണ്? പ്രകാശത്തിന്റെ വേഗം വ്യത്യസ്തമാണ്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് ദിശാവ്യതിയാനത്തിന് കാരണം. അപ്പൊ ദിശാവ്യതിയാനത്തിന് കാരണം എന്താ വെച്ചാല് നമ്മുടെ പ്രകാശം എല്ലാ മാധ്യമത്തിലൂടെയും ഒരേ വേഗത്തിലല്ല പോകുന്നത്. ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് വായുവിലൂടെ പോകുന്നത് ഏകദേശം എത്ര വേഗത നോക്കിക്കേ? 3 × 10⁸ ആണ്. ഇനി ജലത്തിലൂടെ ആണെങ്കിൽ എത്രയാണ്? 2.25 ആണ് അല്ലെ. ഇനി ഗ്ലാസ്സിലൂടെ ആണെങ്കിൽ എത്രയാണ്? 2 × 10⁸ ആണ്. ഇനി വജ്രമാണെങ്കിൽ എത്രയാണ്? 1.25 × 10⁸ ആണ് അല്ലെ. അപ്പൊ ഇത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പ്രകാശം എല്ലാ മാധ്യമങ്ങളിലൂടെ എങ്ങനെയല്ല പോകുന്നത്? ഒരേ വേഗത്തിലല്ല പോകുന്നത്. ഇവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ മാധ്യമങ്ങളിലൂടെയും പോകുന്ന വേഗത വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ഇവന്റെ ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നത്. എന്തിൽ വ്യതിയാനം സംഭവിക്കുന്നത്? ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത വ്യത്യസ്തപ്പെടാൻ കാരണം മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. അപ്പം വിവിധ മാധ്യമങ്ങളിലെ പ്രകാശത്തിന്റെ വേഗം വ്യത്യാസപ്പെടാനുള്ള കാരണം മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയാണ് കേട്ടോ. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് ഒരു മാധ്യമത്തിലൂടെ ആര് കടന്നു പോകുന്നു? പ്രകാശം കടന്നു പോകുമ്പോൾ ഈ ഒരു വേഗത്തെ സ്വാധീനിക്കാൻ ആ ഒരു മാധ്യമത്തിന് പലതരത്തിലുള്ള കഴിവുണ്ടാവും. ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി പ്രകാശിക സാന്ദ്രത കുറഞ്ഞതാണെങ്കിൽ എന്താണ്? പ്രകാശത്തിന്റെ വേഗത എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നാ പറയുന്നത് കേട്ടോ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും. ഇനി സാന്ദ്രത കുറഞ്ഞതാണെങ്കിൽ പ്രകാശം പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളും, അല്ലെങ്കിൽ വേഗത കൂടുതലായിരിക്കും. ഇനി ഇവിടെ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പട്ടിക 1.1 മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ. അപ്പൊ എങ്ങനെ ക്രമീകരിക്കുന്നത്? ഫസ്റ്റ് വൺ ആരാടാ? വായു ഉണ്ട്. വായു കഴിഞ്ഞിട്ട് ആരാണ്? ജസ്റ്റ് അടുത്താണ്. വായുവിനേക്കാളും പ്രകാശിക സാന്ദ്രത കൂടുതലാണ് ആർക്ക്? ജലത്തിന് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആരാ നോക്കിയാടാ? ജലം, ഗ്ലാസ്, പിന്നെന്താണ്? വജ്രം അല്ലേ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വീണ്ടും കാണാം. അപ്പം ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.